ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ലാസ്റ്റ് മിനിറ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് കുറേ പേര് എൻ്റെ കമൻറ്റ് ബോക്സിൽ, അതായത് കുറേ SLCയിൽ പഠിക്കുന്നവർ എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ ഡൗട്ട് ഈ ഒരു ടൈമിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ പെട്ടെന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഇനി പഠിച്ചാൽ കിട്ടുമോ. സത്യം പറഞ്ഞാൽ ഇനി ആ ചോദ്യത്തിന് അർത്ഥമില്ല. കാരണം ഓൾമോസ്റ്റ് ടൈം ആയി. ഇനി നിങ്ങളുടെ എക്സാം നാളെയാണ്, അതായത് March 3. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തായാലും ടൈമില്ല. ഇനി എന്തായാലും ഇന്ന് ലാംഗ്വേജ് എന്തായാലും പഠിക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 ദിവസം മുന്നേ തന്നെ ലാംഗ്വേജ് എല്ലാവരും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഈ മലയാളം ഒക്കെ ഉള്ളവർ, ബാക്കിയുള്ളവർക്കും ഉണ്ട്. എന്നാലും എല്ലാവരും ടെക്സ്റ്റ് വായിക്കാൻ തന്നെ അത്യാവശ്യം ടൈം എടുക്കും. അതുകൊണ്ട് ലാംഗ്വേജ് ഒക്കെ എല്ലാവരും നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറേ പേര് പറയുന്നുണ്ട് ഒന്നും പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. അത് നിങ്ങൾ മാക്സിമം പറ്റുന്നത്ര റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്ക് പിന്നെ അത് തോന്നുന്നതായിരിക്കും ഓർമ്മ കിട്ടുന്നില്ല. അതെന്തായാലും നിങ്ങൾക്ക് എക്സാം ഹാളിൽ പോയി ഇരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ കിട്ടും. നിങ്ങൾ വെറുതെ അങ്ങനെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെയുള്ള കാര്യം, കുറേ പേര് ചോദിക്കുന്നുണ്ട് ഈ മാരത്തോൺ കണ്ടാൽ A+ കിട്ടുമെന്ന്. അത് എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ ഈ മാരത്തോണിന് വേണ്ടി ആരും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാണ്ടിരിക്കുക. മാക്സിമം നിങ്ങളെല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ റിവിഷൻ എന്നുള്ള സെൻസിൽ അതിങ്ങനെ കണ്ടുവിടാന്നല്ലാണ്ട് അതിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക മാക്സിമം. പിന്നെ സോഷ്യലിൻ്റെ കാര്യം കുറേ ആൾ ചോദിക്കുന്നുണ്ട്. സോഷ്യൽ എന്താ ചെയ്യേണ്ടത്, യൂട്യൂബ് ക്ലാസ് കണ്ടാൽ മതിയോ, മാരത്തോൺ കണ്ടാൽ മതിയോ. പിന്നെ ആരും ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു 10 hour എന്തോ അങ്ങനെ എന്തോ. അപ്പം അത് അത് മാത്രം കണ്ടാൽ A+ കിട്ടുമെന്ന് ഒരിക്കലും അതിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. ടെക്സ്റ്റ് വായിച്ച് തന്നെ നോക്കുക. പിന്നെ നിങ്ങൾ ഈ ഒരു ടൈമിൽ ഓവർ സ്ട്രെസ്ഡ് ആവാണ്ടിരിക്കുക. മാക്സിമം മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഈ ഓവർ സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിച്ചതൊക്കെ മറന്നു പോകുന്നത് പോലെ തോന്നുന്നുണ്ടാവും. അപ്പോൾ ഓവർ സ്ട്രെസ്ഡ് ആവാണ്ടിരിക്കുക. പിന്നെ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കുക. പിന്നെ ഈ സ്റ്റഡിയിൽ അത്യാവശ്യം ഗ്യാപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഗ്യാപ്പ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പം എൻ്റെ ഒരു കേസൊക്കെ പറയുകയാണെങ്കിൽ ലാസ്റ്റ് എക്സാം ഒക്കെ ആകുമ്പോൾ നന്നായിട്ട് ഉഴപ്പിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു മോട്ടിവേഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ മാക്സിമം അങ്ങനെ തുടക്കം മുതൽ ഒടുക്കം വരെ ആ ഒരു ഒറ്റ മോട്ടിവേഷൻ തന്നെ പഠിക്കുക. ഡീമോട്ടിവേറ്റ് ആവാണ്ടിരിക്കാൻ തന്നെ ശ്രമിക്കുക. കുറേ പേര് ചോദിച്ചാണ് ഫിസിക്സിന് ടിപ്സ് പറയുമെന്ന്. ഫിസിക്സിന് ഈ മിക്ക ആൾക്കാരും തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി റിവിഷൻ ആയിരിക്കും. അപ്പോൾ മാക്സിമം ചാപ്റ്റേഴ്സ് വായിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. പിന്നെ ന്യൂമറിക്കൽസൊക്കെ പറ്റുന്നത്രയും സോൾവ് ചെയ്യുക. പിന്നെ ബയോളജിക്ക് ടെക്സ്റ്റ് തന്നെ വായിക്കുക. നിങ്ങൾ ഈ ലൈവും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യാം. അതായത് ടഫ് ചാപ്റ്റർ, അതായത് ഒരു ഹോർമോണിൻ്റെ ഒക്കെ ചാപ്റ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ലൈവ് കണ്ട് പെട്ടെന്ന് തന്നെ തീർക്കുക. അങ്ങനെ പറ്റുന്നത്ര ടെക്സ്റ്റ് വായിക്കുക. പിന്നെ കുറേയൊക്കെ ലൈവ് കണ്ട് തീർക്കുക. പിന്നെ സോഷ്യലിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. പിന്നെ മാത്സിന് ചെയ്ത് തന്നെ പഠിക്കുക. പറ്റുന്നത്ര ചെയ്യുക. മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്നത്ര ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇനി എക്സാം ടൈമിലല്ലേ നിങ്ങൾക്ക് ഇനി ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുക. ഇനി നിങ്ങൾക്ക് പിന്നെ നാളെ പഠിക്കാമെന്നും പറഞ്ഞിരിക്കാൻ വേണ്ടി ഒട്ടും ടൈമില്ല. അപ്പോൾ എല്ലാവരും ഇന്ന് ലാംഗ്വേജ് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ മാക്സിമം റിവൈസ് ചെയ്യുക. പഠിച്ചിട്ടൊന്നും വായിച്ച ടെക്സ്റ്റിനെ ഒന്നും കൂടി വായിക്കുക. നിങ്ങളിപ്പോൾ കുറേ പേര് വിചാരിക്കുന്നുണ്ടാവും മലയാളമല്ലേ, അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് അല്ലേ, ടെക്സ്റ്റ് വായിക്കണോ, ഗൈഡ് വായിച്ചാൽ മതിയോ. അപ്പം എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ മാക്സിമം ടെക്സ്റ്റ് തന്നെ വായിക്കുക. ഗൈഡ് നിങ്ങൾ വായിക്കുക, പക്ഷെ ഒരു റിവിഷൻ എന്നുള്ള സെൻസിൽ മാത്രം അത് വായിക്കുക. ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ടെക്സ്റ്റ് തന്നെ വായിക്കുക. വായിച്ച ടെക്സ്റ്റിന് 2-3 തവണ കുറഞ്ഞതെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുക. എന്നിട്ട് അവസാനം ഒരു പേരിന് ഗൈഡ് വായിക്കുക. അത്ര തന്നെ ചെയ്താൽ മതി ഇനിയുള്ള ടൈമിൽ. അല്ലാത്ത നിങ്ങൾ മുന്നേ പഠിച്ചവരാണെങ്കിൽ ഓക്കെ, എല്ലാ പ്രോബ്ലംസും എല്ലാ ക്വസ്റ്റ്യൻസും ഒക്കെ വായിച്ച് നോക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും ബെറ്റർ. അപ്പോൾ അതങ്ങനെ. പിന്നെ ഹിന്ദിയുടെ കാര്യം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹിന്ദിയുടെ കാര്യം ഇപ്പം ഇനിയുള്ള ടൈമിൽ നിങ്ങൾ മാക്സിമം ടെക്സ്റ്റ് വായിക്കുക. പിന്നെ ലൈവും കാണുക. ലൈവ് മീൻസ് ഞാൻ ഈ മാരത്തോണിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എൻ്റെ ഒരു ഒപ്പീനിയനിൽ. അതായത് ലാംഗ്വേജസിൻ്റെ കേസിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് ആണെങ്കിൽ ഓക്കെ നോക്കാം, ലൈവൊക്കെ കാണാം. സോഷ്യലും ലാംഗ്വേജൊക്കെ ആണെങ്കിൽ മാക്സിമം വായിക്കുക തന്നെ ചെയ്യുക. കാരണം
വായിച്ചാലേ ആ ഒരു ഓർമ്മ ഉണ്ടാവും എക്സാം ടൈമിൽ. എൻ്റെ ഒരു കേസിലാണ് ഞാൻ പറയുന്നത്. കുറേ പേർക്കൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ മാക്സിമം ടെക്സ്റ്റ് വായിക്കാം. ലാസ്റ്റ് ഒരു ടൈം ഉണ്ടെങ്കിൽ റിവിഷൻ എന്നുള്ള സെൻസിൽ അതുപോലെ മാരത്തോൺ നോക്കുക. പിന്നെ ക്ലാസ് മാരത്തോണൊക്കെ കാണുക. ഏത് ലാസ്റ്റ് ഇയർ ഉണ്ടായ ഒരു മാരത്തോൺ ഉണ്ടാവുമല്ലോ, അത് കാണുക. അതാകുമ്പോൾ നിങ്ങൾക്ക് 2x ഇട്ടിട്ട് പെട്ടെന്ന് കണ്ടു തീർക്കാം. പിന്നെ ആ ഒരു ഇപ്പോൾ ഉള്ള ആ ഒരു 7 മണി എന്നുള്ള ടൈമിൽ തന്നെ കാണണമെന്നില്ലല്ലോ. അപ്പം അങ്ങനെ. പിന്നെ ഒരു കാര്യം ഓർക്കുക, ഈ ഒരു 20-25 ദിവസം മാത്രമേ നിങ്ങൾക്ക് നന്നായി ഹാർഡ് വർക്ക് ചെയ്യേണ്ടൂ. ആ ഒരു ഡേയ്സ് നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് അതിന് ശേഷമുള്ള നിങ്ങൾക്ക് ഒരു 3 മാസത്തോളം വെക്കേഷൻ ഉണ്ട്. അപ്പോൾ ആ വെക്കേഷനിൽ നിങ്ങൾക്ക് മാക്സിമം അടിച്ചു പൊളിക്കുക, മാക്സിമം എൻജോയ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 25 ദിവസം നിങ്ങൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഇപ്പം അത്രയും ഡീമോട്ടിവേറ്റ് ആയ ആളാണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളെ തന്നെ പുഷ് ചെയ്യുക, എന്നിട്ട് പഠിക്കുക. കാരണം കുറേ പേര് അങ്ങനെ ഉണ്ടാവും, എനിക്കറിയാം. കുറേ പേര് അങ്ങനെ ഉണ്ടാവും, ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരിക്കും. പക്ഷെ ആ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളെ കൊണ്ട് പുഷ് ചെയ്യുക, എന്നിട്ട് പഠിക്കുക. പിന്നെ കുറേ പേര് ഇരിക്കുന്നുണ്ട്, എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ആരും ഗ്രേസ് മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാണ്ടിരിക്കുക. കാരണം ഗ്രേസ് മാർക്ക് ഉണ്ടോ ഇല്ലയോ അത് നിങ്ങളിപ്പം ചിന്തിക്കുകയേ ചെയ്യരുത്. കാരണം ഒത്തിരി പേര് ഗ്രേസ് മാർക്ക് ഉണ്ടല്ലോ, അപ്പോൾ ഇത്ര പഠിച്ചാൽ മതിയല്ലോ എന്നുള്ള സെൻസിൽ ഇരിക്കുന്നവരുണ്ടാവും. അത് ഭയങ്കര വേഴ്സ് ഡിസിഷനാണ്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. കാരണം ഗ്രേസ് മാർക്ക് ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് ഇല്ല അപ്പോൾ എനിക്ക് എന്തായാലും ഫുൾ A+ കിട്ടില്ല, അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. ഗ്രേസ് മാർക്ക് ഉണ്ടോ ഇല്ല അത് നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യേണ്ട. അപ്പം ലാസ്റ്റ് 1-2 മാർക്ക് കുറവുണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തു. എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ എനിക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നു SPCക്ക്, പക്ഷെ എനിക്കത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ അതിൻ്റെ അടിയിലുണ്ടാവും ഗ്രേസ് മാർക്ക് അവാർഡ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ അത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതങ്ങനെ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഗ്രേസ് മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാണ്ടിരിക്കുക. പിന്നെ എന്നോട് ഒത്തിരി പേര് പറയുന്നതാണ് മോഡൽ എക്സാമിന് നല്ല മാർക്ക് കുറവാണ്, അപ്പോൾ ഇനി എന്തായാലും പബ്ലിക്കിന് മാർക്ക് ഉണ്ടാവില്ല അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, മോഡൽ എക്സാമിൻ്റെ മാർക്ക് ഒരിക്കലും ഈ പബ്ലിക് എക്സാമിൽ മാറ്റർ ചെയ്യില്ല. മോഡൽ എക്സാമിന് അത്രയേ ഉള്ളൂ, മാത്സിന് അത്രയേ ഉള്ളൂ, സോഷ്യലിന് അത്രയേ ഉള്ളൂ. അപ്പം പബ്ലിക്കിന് എന്തായാലും A+ കിട്ടില്ല, അത് ഉറപ്പായി എന്നൊക്കെ കമൻറ്റ് പറയാണ്ടിരിക്കുക. മോഡൽ എക്സാമിൻ്റെ മാർക്ക് ഈ ഒരു പബ്ലിക് എക്സാമിൻ്റെ കാറ്റഗറി നിങ്ങൾ കൂട്ടുകയും ചെയ്യേണ്ട. മോഡൽ എക്സാം അത് കഴിഞ്ഞു, അത് എന്തോ ആയിക്കോട്ടെ. ഇനിയുള്ളത് നിങ്ങളെ പബ്ലിക് എക്സാമാണ്, അതിന് മാക്സിമം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പം മോഡൽ എക്സാമിന് മാർക്ക് കുറഞ്ഞു പറഞ്ഞ് സങ്കടപ്പെടാതെ തന്നെ ഇരിക്കുക. നിങ്ങൾ മാക്സിമം മോട്ടിവേറ്റഡ് ആയിട്ട് ഇനി പബ്ലിക് എക്സാമിന് വരാൻ പോകുന്ന മെയിൻ എക്സാം അല്ല വലിയ പരീക്ഷ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. കുറേ പേര് പറഞ്ഞിട്ടുണ്ടാവും സയൻസ് എടുക്കണം ഫുൾ A+ തന്നെ വേണം. അങ്ങനെയൊന്നും ഒരിക്കലില്ല. നിങ്ങൾക്ക് എത്ര A+ ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ട്രീം കിട്ടും. അത് ഇഷ്ടപ്പെട്ട സ്കൂളിൽ കിട്ടണമെന്നില്ല, പക്ഷെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെട്ട സ്ട്രീം കിട്ടും. അങ്ങനെയൊന്നും ആരും ചിന്തിക്കാണ്ടെന്ന് ഇരിക്കുക. നിങ്ങൾ ഇപ്പം പറ്റുന്നത്ര ഹാർഡ് വർക്ക് ചെയ്യുക, മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക, ഇഷ്ടപ്പെട്ട ഫുഡ് ഈ ഒരു ടൈമിൽ കഴിക്കുക, നല്ല ചില്ലായിട്ട് പഠിക്കുക, ഓവർ സ്ട്രെസ്ഡായിട്ട് പഠിക്കാതിരിക്കുക. പിന്നെ കുറേ പേരിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാന്ന്. അപ്പോൾ ഇംഗ്ലീഷ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, പിന്നെ കുറേ പേര് പഠിക്കാണ്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവരോട് എനിക്ക് ഒരു ലാസ്റ്റ് മിനിറ്റിൽ പറയാനുള്ള കാര്യം, നിങ്ങൾ പറ്റുന്നത്ര ടെക്സ്റ്റ് വായിക്കുക. ഇനിയൊരു ലിമിറ്റ് ഉണ്ട് എനിക്കറിയാം, അപ്പോൾ പറ്റുന്നത്ര ടെക്സ്റ്റ് വായിക്കുക. പിന്നെ ഗ്രാമർ യൂട്യൂബൊക്കെ നോക്കിയിട്ട് പറ്റുന്ന പോലെ ഈ ഒരു ടൈമിൽ പഠിക്കുക. ലാംഗ്വേജസ് ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഇനി ഫസ്റ്റ് ലാംഗ്വേജ് നിങ്ങളിപ്പോൾ മാക്സിമം ട്രൈ ചെയ്യുക. കാരണം എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഈ ഒരു ഫസ്റ്റ് എക്സാം തന്നെ കോളമായി പോയാൽ പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ഡീമോട്ടിവേഷൻ ആയിരിക്കും. പിന്നെ നിങ്ങൾ വിചാരിക്കും, ഇങ്ങനെ ചിന്തിക്കും, അയ്യോ എൻ്റെ ആ ഒരു A+ പോയില്ല, ഇനി പഠിച്ചിട്ട് കാര്യമില്ല, ബാക്കിയുള്ളതും പോകും. അപ്പോൾ ആ ഒരു സെൻസിൽ അപ്പം അങ്ങനെ നിങ്ങൾ മാക്സിമം ചിന്തിക്കാണ്ട് തന്നെ ഇരിക്കുക. കാരണം ഫസ്റ്റ് എക്സാമിന് പറ്റുന്നത്ര പഠിക്കുക. നിങ്ങൾ പറ്റുന്നത്ര പഠിച്ചാൽ തന്നെ അതിന് എന്തായാലും A+ നിങ്ങൾക്ക് കിട്ടും. കാരണം നിങ്ങൾ അത്ര എഫേർട്ട് ഇട്ടാൽ എന്തായാലും A+ കിട്ടും. അപ്പോൾ പറ്റുന്നത്ര പഠിച്ചിട്ട് ആ ഒരു എക്സാം നന്നായിട്ട് എഴുതുക. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ വരും. ഒത്തിരി പേരുണ്ടാവും ഫുള്ള് പഠിച്ചു കഴിഞ്ഞിട്ടില്ല, എന്നാലും ഓൾമോസ്റ്റ് ഒക്കെ ഒരു 90% സിലബസ് കംപ്ലീറ്റ് ആയി. അങ്ങനെയുള്ളവർ ആ ഒരു 10% സിലബസ് സ്റ്റഡി ലീവിൻ്റെ ഫസ്റ്റ് ഡേയോ അല്ലെങ്കിൽ ആ ഒരു കുറച്ച് ടൈം അതിനായിട്ട് മാറ്റി വെച്ചിട്ട് പഠിക്കുക. പറ്റുന്ന പോലെ മാക്സിമം നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ എന്തായാലും ടൈം ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ പറ്റുന്ന പോലെ വൃത്തിക്ക് തന്നെ പഠിച്ച് തീർക്കുക. ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ഓടിച്ച് വിട്ടെങ്കിലും നിങ്ങൾ നോക്കിയിട്ട് തന്നെ പോവുക. കാരണം എവിടെ നിന്ന് ആ ക്വസ്റ്റ്യൻസ് വരിക എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം സോഷ്യലൊക്കെ ആണെങ്കിൽ ഇപ്പം എവിടെ നിന്ന് അവർക്ക് ചോദിക്കാമല്ലോ, ബയോളജി, സോഷ്യൽ അങ്ങനെ എവിടെ നിന്നും ചോദിക്കാമല്ലോ. അപ്പം മാക്സിമം പറ്റുന്നത്ര പോലെ എല്ലാം സോൾവ് ചെയ്യുക. എല്ലാം സോൾവ് ചെയ്യാനല്ല, എല്ലാം വായിച്ചിട്ട് തന്നെ പോവുക. ഫ്രേസൽ വെർബിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ. അപ്പം ഫ്രേസൽ വെർബ് സ്ഥിരമായി ചോദിക്കുന്ന കുറച്ചെണ്ണം ഉണ്ട്. അപ്പം അത് മാത്രം എന്തായാലും നിർബന്ധമായിട്ട് നോക്കിയിട്ട് പോവുക. ബാക്കിയുള്ളതും ജസ്റ്റ് ഒന്ന്
വായിച്ച് നോക്കി പോയാൽ മതി. സ്ഥിരമായി വെക്കുന്നത് ഒട്ടും വിടാതെ എല്ലാം സ്ഥിരമായി വെക്കുന്ന എല്ലാം ഉണ്ടല്ലോ അതെന്തായാലും പഠിച്ചിട്ട് പോവുക. ലാംഗ്വേജിൻ്റെ ഡിസ്കോഴ്സസിനൊക്കെ ഫോർമാറ്റും ഒന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാക്സിമം റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇപ്പം ഡിമോട്ടിവേറ്റഡ് ആയിരിക്കുന്നവർക്കൊക്കെ മാക്സിമം മോട്ടിവേറ്റ് ആയി ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു എക്സാം നിങ്ങൾക്ക് പറ്റുന്നത്ര മാക്സിമം ട്രൈ ചെയ്യുക. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. ബൈ.